ചുറ്റുപാടും ശ്രദ്ധിക്കാം. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പയ്യെ 10 സെന്റിമീറ്റർ ഗ്യാപ്പിൽ നീളത്തിൽ വരി വരിയായിടുക. എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു ചിന്നിക്കുഴി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ചിന്നിക്കുഴി വന്നോട്ടെ, ചിന്നിക്കുഴി വന്നോട്ടെ, വന്നോട്ടെ. വാസു, വാസു, പണി പാളിയാ. എന്താ ചേച്ചി? ഞങ്ങളുടെ ചിന്നുകോഴിനെ കണ്ട? ഇല്ലല്ലോ. സുമേന്തി അവള് വീട്ടിൽ പോയിരിക്കാണ്. എന്ന് വരും? 2 ദിവസം കഴിയും. ആരുല്ലേ? ഓ, എനിക്ക് തോന്നിയതാണ്. അയലത്തെ ചിന്ന കോഴി ഇന്ന് വാസുവിന്റെ കറിയായി മാറി. ആരാ വിളിച്ചോ? പോലീസാ? ദൈവമേ, പണി പാളി. അവരെന്നെ കണ്ട. എന്നാലും കോഴിയുടെ ചോര എങ്ങനെ? ഓ, കോഴിക്കുള്ള പേരും വന്നു. ഈ ചേടത്തിങ്ങനെ കാണിക്കുമെന്ന് കരുതില്ല. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, എന്തായാലും പിടികൊടുത്തേക്ക്. പോയി പോലീസുകാരാണ് പോയി. ഇതെന്താ പറ്റിവിടെ? ഈ കോളനി ഒരാളെ വേണമല്ലോ. നീ വാ, നീ വാ, നീ വാ. വീട് മുട്ടല്ലോ സാറേ. സാറെ കറി അടുപ്പത്തിരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല സാറേ. എന്നെ അയ്യോ,
പറ്റി? ഒന്നുമില്ല സാറേ, പട്ടിയൊന്നും മതിയതാ. നിങ്ങളുടെ കൂട്ടത്തില് സാറ് കാണട്ടോ. നിനക്കുള്ള വട്ടി ഞാൻ വെട്ടി വെച്ചിട്ടാ. പിള്ള പോയിട്ട് വാ, പാപ്പ ഞാനപ്പ തരാം. നിനക്ക് പോലീസുകാരോട് സെൽഫി എടുക്കണോല്ലേ? വേണ്ട സാറേ. ഒന്നില്ലേട്ടാ കാണിച്ചടാ, വേണ്ടേട്ടാ മാറി. വിടേട്ടാ ചേട്ടാ. മെസ് ചേട്ടാ, ഈ കളി തീ കൊണ്ടുള്ള കളിയാട്ടാ. നീ വാടാ. തേങ്ങ കഴിഞ്ഞിട്ടില്ല, തീ കൊണ്ട് കളിക്കാൻ പോണം. വാസുസമക്ക് വേണ്ടി എന്തും ചെയ്യും. ഇവനങ്ങ് കമ്പനിയാക്കാം, അല്ലെങ്കിൽ പണി പാടും. എന്തൊരു പണിയാണല്ലോ. ബോൾഡറാ, ബോളിട്ട് കൊടുക്കണം. ഇപ്പൊ ശരിയാ. വാസുന്റെ ബോൾഡറാ. എന്തുട്രാ പണി തന്നല്ലേ.